അദർസ് സാനി ഷുർത്തിയുൽ മുറൂർ, ട്രാഫിക് പോലീസ്. ഇതൊരു കഥയാണ്, വായിച്ചു നോക്കാം. കുൻതു അറാഹു ദാഇമൻ, അവനെ ഞാൻ എന്നും കാണാറുണ്ടായിരുന്നു. മുൽക്കൻ അലദ്ദക്കത്തി, ഒരു ബെഞ്ചിൽ കിടന്നതായിക്കൊണ്ട്. ബിജിവാരി ബാബിൽ ഇമാറത്തി, കെട്ടിടത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ. വൈല ജാനിബിഹി, അവന്റെ അരികിലുണ്ടാകും. റുക്കാസത്താനി നഹിറത്താനി, ദ്രവിച്ചു തുടങ്ങിയ രണ്ട് ഊന്നുവടികൾ. റുക്കാസത്ത് മീൻസ് ഊന്നുവടി. ഹുവ സബിയു ഹമ്മൂദ, അവനാണ് ഹമ്മൂദ എന്ന ആൺകുട്ടി. ഉസീബ മുൻദു ഹദാസത്തിഹി, അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ബാധിച്ചു. ഹദാസത്ത് മീൻസ് ചെറുപ്രായം. ബിശലലിൻ ഫി സാഖൈഹി, അവന്റെ രണ്ട് കാലുകളിലും ശലല്, പക്ഷാഘാതം, പാരാലിസിസ് രോഗം. ഉസീബ, അവനെ ബാധിച്ചു അവന്റെ ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ അക്കാദഹു, ആ രോഗം അവനെ ഇരുത്തിക്കളഞ്ഞു. അനിസൈരി, നടക്കുന്നതിൽ നിന്നും. അല കദമൈഹി, തൻ്റെ കാലുകളിൽ, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത വിധം അവനെ ഇരുത്തിക്കളഞ്ഞു ആ രോഗം. ഇന്നഹു ലാ യഅരിഫു ലഹു വാലിദൈനി, അവന്റെ മാതാപിതാക്കളെ അവൻ അറിയില്ല. വലാ യദ്രി മൻ ജാഅ ബിഹി ഇലാ ഹാദിഹിൽ ഇമാറത്തി, ഈ കെട്ടിടത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് ആരാണെന്നും അവൻ അറിയില്ല. കമാലായി അരിഫു, അതേപോലെ അവൻ അറിയില്ല. മനിത്തഹദ ലഹു, ആരാണ് അവന് വേണ്ടി എടുത്തത്, അവന് വേണ്ടി സ്വീകരിച്ചത് അല്ലെങ്കിൽ നൽകിയത് എന്ന് അവനറിയില്ല. എന്ത്? ഫി അഹദി അർക്കാനിഹ, ഈ ബിൽഡിങ്ങിന്റെ ഒരു മൂലയിൽ. മൽജഅൻ, ഒരു അഭയസ്ഥാനം അവന് നൽകിയത് ആരാണെന്നും അവനറിയില്ല. യഖ്ലി ഫീഹി നഹാറ, തൻ്റെ പകല് ചിലവഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം അവന് നൽകിയത് ആരാണെന്നും അവനറിയില്ല. അവൻ അവിടെയുണ്ട്. ഇതാ വഖഫ്ത ഇൻദഹു തതഹദ്ദസു ഇലൈഹി, അവനോടൊപ്പം അവനോട് സംസാരിച്ചു കൊണ്ട് നീ നിന്നാൽ. അൽഫൈതഹു, നിനക്കവനെ കാണാം. യതതല്ലഉ ഇലൈക, നിന്നെ നോക്കുന്നതായിട്ട് കാണാം. ബി ഐനൈനി സ്വാഫിയത്തൈനി, അവന്റെ തിളങ്ങുന്ന, അവന്റെ സ്വാഫിയത്തൈനി, തെളിഞ്ഞ കണ്ണുകൾ കൊണ്ട്. തതവജ്ജഹാനി മിൻ ദകാഇൻ വ അൽമഇയത്തിൻ വ ഹാവിയത്തിൻ, ഊർജ്ജസ്വലതയും ബുദ്ധികൂർമ്മതയും കൊണ്ട് തിളങ്ങുന്ന അവന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് അവൻ നിന്നെ നോക്കുന്നതായിട്ട് നിനക്ക് കാണാം. വമല യുജാദിബുക, അത് അവൻ നിന്നെ ആകർഷിക്കും. അൽ ഹദീസ, അവന്റെ സംസാരം കൊണ്ട്. ഫി ഫിത്നത്തിൻ വ ദിറായത്തിൻ വ ഫഹമിൻ, അവന്റെ ബുദ്ധിശക്തിയാലും അവന്റെ മനസ്സിലാക്കാനുള്ള കഴിവിനാലുമൊക്കെ അവൻ സംസാരിക്കുമ്പോൾ അവൻ നിന്നെ ആകർഷിക്കും, അവനിലേക്ക് ആകർഷിക്കും. നല്ല സംസാരിക്കാൻ അറിയുന്ന കുട്ടിയാണ്. വക്കാന യത്തീബുലി, എനിക്ക് സന്തോഷകരമാണ്. ഫി മഖ്ദമി ഇലൽ ഇമാറത്തി, ആ കെട്ടിടത്തിലേക്ക് ഞാൻ വരുമ്പോഴും. വഫി മുൻസറഫി അൻഹ, അതിൽ നിന്നും മടങ്ങി പോകുമ്പോഴും. അൻ അഖ്ലിയ മഅഹു, അവനോടൊപ്പം ചിലവഴിക്കാൻ. ബഅദൽ വക്തി, കുറച്ചു സമയം. ഫി ഹിവാരിൻ അനീസിൻ, സന്തോഷകരമായ ഒരു സംഭാഷണത്തിൽ. അതായത് ഞാൻ ആ കെട്ടിടത്തിലേക്ക് പോകുമ്പോഴും അതിൽ നിന്നും മടങ്ങി വരുമ്പോഴും അവന്റെ കൂടെ അല്പം സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. സഅൽതുഹു യൗമൻ, ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു. മാ ഉംനിയതുക ഫിൽ ഹയാതി യാ ഹമ്മൂദ, ഹമ്മൂദ, ജീവിതത്തിൽ നിന്റെ അഭിലാഷം, നിന്റെ ആഗ്രഹം എന്താണ്? ഫറഫത്ത് അല ഫമിഹി ഇബ്തിസാമത്തുൻ, അപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വഖാല ബിദൂനി ഇബ്താഇൻ, ഒട്ടും താമസിയാതെ അവൻ പറഞ്ഞു. കഅന്നൽ ജവാബ് അല ലിസാനിഹി ഹാദിറുൻ, ഉത്തരം അവന്റെ നാവിൽ പ്രസന്റായി നിൽക്കുന്നത് പോലെ, അല്ലെ, ഉത്തരം റെഡിയായി നാവിലുള്ളത് പോലെ. ഒട്ടും താമസിയാതെ അവൻ പറഞ്ഞു. അൻ അക്കൂന ഷുർത്തിയ മുറൂരിൻ, ഒരു ട്രാഫിക് പോലീസ് ആകൽ, അതാണ് അവന്റെ ആഗ്രഹം. ഫനാല മിന്നി അല്ലാജബ് കുല്ല മനാലിൽ, അപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു, ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതം തോന്നി. അതായത് ഇങ്ങനെ കാൽ വയ്യാത്തൊരു കുട്ടി ട്രാഫിക് പോലീസ് ആകണമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം. വറദത്തു ഖൗലി, ഞാൻ എൻ്റെ വാക്ക് ആവർത്തിച്ചു. അതായത് ഞാൻ ഒന്നുകൂടി ചോദിച്ചു, ഷുർത്തിയ മുറൂർ ട്രാഫിക് പോലീസോ? അപ്പം അവൻ പറഞ്ഞു, നാം യാ സയ്യിദി, അതെ സാർ, ഷുർത്തിയ മുറൂർ ട്രാഫിക് പോലീസ് തന്നെ. ഫി ശഖ്സിയത്തിഹി, അതായത് അവൻ ഉറച്ചു നിന്നു, ട്രാഫിക് പോലീസ് തന്നെ ആവണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം എന്നവൻ പറഞ്ഞു. ഫി ശഖ്സിയത്തിഹി, അവന്റെ വ്യക്തിത്വത്തിൽ. യതജമഅ കുല്ലു മാ അസ്ബു ഇലൈഹി ഫി ഹയാതി മിൻ സിഫാത്തിൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും അവന്റെ വ്യക്തിത്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അദ്ദുനിയ കുല്ലുഹാ ഫി ഖബ്ലതിഹി, ദുനിയാവ് മുഴുവൻ അവന്റെ പിടിയിലാണ്. ഖബ്ലത്ത് മീൻസ് കൈപ്പിടിയിൽ. ലാ യംലികു അഹദുൻ ഖദറമാ യംലികു മിൻ അംരിൻ വസുൽത്താനിൻ, അവനുള്ളതുപോലെയുള്ള അധികാരവും ആധിപത്യവും ആർക്കുമില്ല. ഇന്നഹുൽ ഹാക്കിമുൽ മുത്ലഖു, അവനാണ് സർവാധിപത്യമുള്ള
ഭരണാധികാരി. ഇന്നഹുൽ ആമിറുന്നാഹി, അവനാണ് കൽപ്പിക്കുന്നവനും അവനാണ് വിലക്കുന്നവനും. ദൂന ശരീക്കിൻ, മറ്റാരും കൂടെയില്ലാതെ, പങ്കുകാരാരുമില്ലാതെ അവൻ ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്യുന്നയാള്. ഉൻദുറിലേഹി, അവനെ നോക്കൂ. കം അതമന്ന അൻ അകിഫ വിഖ്ഫതഹു, അവൻ നിൽക്കുന്നിടത്ത് നിൽക്കാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. യർഫഉ യദഹു, അവൻ അവന്റെ കൈ ഉയർത്തുന്നു. വയുസ്ദിറു അംറഹുൻ നാഫിദ, അവൻ തന്റെ അനുസരിക്കപ്പെടുന്ന ആജ്ഞകൾ, കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. ഫൈദ സാക്കിനു യതഹറക്കു, അപ്പോൾ നിൽക്കുന്നവർ ചലിക്കുന്നു. വൽ മുതഹരിക്കു യസ്കുനു, ചലിക്കുന്നവർ നിൽക്കുന്നു. അതായത് ഇവൻ ഒരു ട്രാഫിക് പോലീസ് ആകണമെന്നാണ് ആഗ്രഹം പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാഫിക് പോലീസിന്റെ ആംഗ്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ കാണിക്കുകയാണ്. അത് കാണുമ്പോൾ എഴുത്തുകാരന് അവനൊരു രാജാവിനെ പോലെ കാണുകയാണ് എഴുത്തുകാരൻ അവനെ. അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോൾ വണ്ടികളൊക്കെ നിൽക്കുന്നു, മറ്റൊരിക്കൽ ആംഗ്യം കാണിക്കുമ്പോൾ നിന്ന വണ്ടികളൊക്കെ പോകുന്നു അല്ലേ. അപ്പോൾ അവന്റെ മുഖത്തൊരു രാജാവിന്റെ ഒരു പ്രതീതി അല്ലെ, ഒരു ഭരണാധികാരിയുടെ. അവന്റെ കയ്യിലാണ്, അവന്റെ പിടുത്തത്തിലാണ്, അവന്റെ കൽപ്പനയിലാണ് എല്ലാം ഇവിടെ ചലിക്കുന്നത് എന്നുള്ളൊരു ഒരു കാര്യം അവന്റെ മുഖത്ത് എഴുത്തുകാരന് വായിച്ചെടുക്കാൻ കഴിയുന്നു. പിന്നെ വസ്തർ സലഫി വസ്ഫി ഷുർത്തിയിൽ മുറൂരി, ട്രാഫിക് പോലീസിന്റെ വർണ്ണന അവൻ തുടർന്നു. യുറദ്ദിദു അമലഹു ബൈന ഫത്രത്തിൻ വ ഉഖ്റ, ഇടയ്ക്കിടെ അവൻ തന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തന്റെ പ്രതീക്ഷ അമല്, എന്ത് പ്രതീക്ഷ? അൻ അക്കൂന ഷുർത്തിയ മുറൂർ, ഞാൻ ട്രാഫിക് പോലീസ് ആകും അല്ലെ. ട്രാഫിക് പോലീസ് ആകാൻ വേണ്ടിയുള്ള അവന്റെ ആ പ്രതീക്ഷ അവൻ ഇടക്കിടക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇജ്തമഅ മിൻ ഹൗലിന ബഅദു സാബിലത്തി യസ്തമിഉന ഇലാ ഹദീസിൽ ഫത, ഈ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ ചില വഴിയാത്രക്കാർ ഞങ്ങളുടെ ചുറ്റും കൂടി. വയഅജബൂന, അവർ അത്ഭുതപ്പെട്ടു അല്ലേ. ഇവനിങ്ങനെ ട്രാഫിക് പോലീസ് ആകാനുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത്ഭുതം. വർത്തഫഅതു സൈഹത്തുൻ സുഖ്രിയത്തുൻ, അപ്പോഴാണ് ഒരു പരിഹാസത്തിന്റെ സ്വരം ഉയർന്നത്. മിൻ ഗുലാമിൻ, ഒരു കുട്ടിയിൽ നിന്നും. ബൈനൽ ഹാദിരീന, അവിടെ കൂടി നിൽക്കുന്നവരിൽപ്പെട്ട, അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ ഒരു കുട്ടി പരിഹാസത്തോടെ പറഞ്ഞു. എന്താ പറയുന്നത്? അൽ മസ്ലൂലു യത്മഉ അൻ യുസ്ബിഹ ഷുർത്തിയ മുറൂർ, ഒരു പക്ഷാഘാത രോഗം ബാധിച്ചവൻ ട്രാഫിക് പോലീസ് ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പരിഹസിച്ചത്. വഅലൽ ഖായിലു ബില്ലഹഖത്തിൻ, അത് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഫതജാവബത് ഫിൽ മകാനി ലഹിഖാത്തുൻ ശത്ത, അപ്പോൾ അവിടെ മറ്റു ചിരികൾ കൂടെ വന്നു. അതായത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കുമല്ലോ, അത് ഏറ്റുപിടിച്ചുകൊണ്ട് വേറെ കുറെ പേര് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. അപ്പോൾ അസ്ഹറത്ത് ഐനു ഹമ്മൂദ, ഹമ്മൂദയുടെ കണ്ണ് വിടർന്നു. വങ്കലബത്ത് സഹനത്തുഹു, അവന്റെ ഭാവം മാറി. വസർഹ, അവൻ അലറി. എന്താണ് പറഞ്ഞത്? വലിമല അക്കുന ഷുർത്തിയ മുറൂർ, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ, എന്തുകൊണ്ട് എനിക്ക് ട്രാഫിക് പോലീസ് ആയിക്കൂടാ. ഫഅജാബഹുൽ ഗുലാമു, അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു. ഫഖദ് തളഅഫത് സുഖ്രിയതുഹു വ മുജൂനുഹു, അവന്റെ മുജൂൻ, അശ്ലീലതയും സുഖ്രിയത്ത്, പരിഹാസവും ഇരട്ടിയായിരുന്നു. മീൻസ് ആദ്യത്തേക്കാൾ കൂടുതൽ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. യാ ഹസ്രത്തൻ അല ത്വരീഖ്, ആ വഴിയുടെ നാശം. വയാ ഖറാബ, ആ വഴിയുടെ നഷ്ടം. വയാ ഖറാബ, ആ വഴിയുടെ നാശം. എങ്ങനെ? എപ്പോൾ? ഇൻ അസ്ബഹത അൻത ഷുർത്തിയ മുറൂർ, നീയാണ് ആ വഴിയിൽ, അതായത് ആ റോഡിന്റെ നാശം, നീയാണ് ആ റോഡിന്റെ ട്രാഫിക് പോലീസ് എങ്കിൽ ആ റോഡിന്റെ നാശം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പരിഹസിക്കുന്നത്. പിന്നെയോ കഴിഞ്ഞിട്ടില്ല. സയകൂനു ഹലാകുന ജമീഅൻ അലാ യദിക, നമ്മുടെ എല്ലാവരുടെയും നാശം നിന്റെ കൈകൊണ്ടാകും. യാ ഹമ്മൂദ, ഹമ്മൂദ, നീ ട്രാഫിക് പോലീസ് ആയാൽ ആ റോഡിൽ കൂടെ പോകുന്ന എല്ലാവരും നശിച്ചു പോകും, എല്ലാവരും അപകടത്തിൽ പെട്ടുപോകും. യാ ഷുർത്തിയൽ മുറൂർ, ട്രാഫിക് പോലീസേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ പരിഹസിച്ചു. ബഗ്തതൻ, പെട്ടെന്ന്. വകമാലം യകുൻ ഫി ഹുസ്ബാൻ, പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. വസബ ഹമ്മൂദ നഹവഹു, ഹമ്മൂദ അവനെക്കൊള്ള ചാടി. വസബ മീൻസ് എടുത്തു ചാടി. വസ്ബത്തൻ ജബ്ബാറത്തൻ, ഒരു വലിയൊരു ചാട്ടം. ഔ ഖഫതുഹു അലാ ഖദമൈഹി, ആ ചാട്ടം അവനെ, ആ കുട്ടിയെ, പരിഹസിച്ച കുട്ടിയെ ഈ ഹമ്മൂദയുടെ കാലുകൾക്കടിയിലേക്ക് വീഴ്ത്തി കളഞ്ഞു. മീൻസ് അവന്റെ മേലേക്ക് എടുത്തു ചാടി അവനെ താഴെ വീഴ്ത്തി. വദഫഅ ബിഖുത്വാതിഹി, അവന്റെ കാലുകൾ കൊണ്ട്, അവന്റെ ചുവടുകൾ കൊണ്ട്, കാലടികൾ കൊണ്ട് അവനെ ചവിട്ടി. കമാ യദ്ഫഉ ബിഹ സലീമുൽ മുആഫ, ആരോഗ്യമുള്ള ഒരാൾ ചവിട്ടുന്നത് പോലെ ആ കുട്ടിയെ അവൻ ആ റോഡിലിട്ട് ചവിട്ടിക്കൂട്ടി. സുമ്മ അൽഖാ ജിസ്മഹു കുല്ലഹു ബിനഫ്സിഹി അലൽ ഗുലാമി, പിന്നെ തന്റെ ശരീരം മുഴുവനായിട്ട് ആ കുട്ടിയുടെ മേലേക്ക് ഇട്ടു. മീൻസ് അവന്റെ മേലേക്ക് അവൻ വീണു, അവന്റെ മേലേക്ക് അങ്ങനെ മേലേക്ക് മറിഞ്ഞു വീണ് കിടന്നു, അവനെ തമർത്തി കളഞ്ഞു അല്ലേ.
വതദഖലൽ ജമഉ, അപ്പോൾ ആൾക്കൂട്ടം ഇടപെട്ടു. ഫബാദറു ഇലൽ ഹൈലൂലത്തി, അവർ തടയാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു. ബൈനൽ ഗരീമേനി, രണ്ട് എതിരാളികൾക്കുമിടയിൽ. വസർആന മാ ഹാറത്ത് ഖുവാ ഹമൂദ, അങ്ങനെ താമസിയാത്ത ഹമൂദയുടെ ശക്തി ക്ഷയിച്ചു. ഫതഹാവ അലൽ അർളി, അവൻ ഭൂമിയിലേക്ക് വീണു. യതലവ്വ മുതഖല്ലിസൽ അവലാത്തി, ഞരമ്പുകളൊക്കെ പേശികളൊക്കെ വലിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ തറയിലേക്ക് വീണു. അങ്ങനെ അത് കഴിഞ്ഞു. അവരെ പിടിച്ചു മാറ്റിയ ആളുകൾ പോയി. ഹമൂദ വേറെ പോയില്ലേ. പിന്നെ മുൻദു തിൽക്കൽ ഹാദിസത്തി, ആ സംഭവത്തിന് ശേഷം, ആ സംഭവം മുതൽ ത്വറഅ അല ഹമൂദ തഹവ്വുലുൻ മൽഹൂദുൻ, ഹമൂദയിൽ ഒരു കാര്യമായ മാറ്റം പ്രകടമായി. തബദ്ദലത് ബശാശതുഹു ജഹാമത്തൻ, അവന്റെ സന്തോഷം ഗൗരവമായി മാറി. ജഹാമത്ത് ഗൗരവം. വങ്കലബ മുആനസതുഹു സുംതൻ, അവന്റെ ഇണക്കം, അവന്റെ ആ സൗഹൃദം അത് നിശബ്ദമായി, അത് സുംതായി മൗനമായി മാറി. അധികം സംസാരിക്കാതെ ഗൗരവത്തോടെ ഇരിക്കാൻ തുടങ്ങി ആ സംഭവത്തിന് ശേഷം. വബദാക അന്നഹു യുഅദ്ദുൽ ഉദ്ദത ലിമഅറകത്തിൻ ഫാസിലത്തിൻ, ഒരു നിർണായകമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നവനെ പോലെയാണ് പിന്നീട് അവനെ കാണുമ്പോഴൊക്കെ തോന്നുന്നത്. വകുൻതു അർഖുബുഹു ഫീ ഖുഫിയത്തിൻ, ഞാൻ അവനെ രഹസ്യമായി നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഫഅൽഫൈതുഹു, അപ്പോൾ ഞാൻ അവനെ കണ്ടു. യതഖയ്യറുൽ ഔഖാത്ത, അവൻ സമയം തിരഞ്ഞെടുക്കുന്നത്, സമയം കണ്ടെത്തുന്നത് ഞാൻ കണ്ടു. എന്തിനു വേണ്ടി? ലികൈ യഖൂമ ബിമുഹാവലാത്തിഹി, അവന്റെ ശ്രമങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയുള്ള ശ്രമം? ഫീ സബീലി തഖ്വീമി സാഖൈഹി, തൻ്റെ കാലുകൾ നേരെയാക്കുന്നതിൽ, കാലുകൾ ശരിപ്പെടുത്തുന്നതിൽ, അതായത് കാലുകൾ നേരെയാക്കി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാൻ അവൻ സമയം കണ്ടെത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ദൂന അത്തിമാദിൻ അല ഉക്കാസത്തേഹി, തൻ്റെ ഉക്കാസത്തിൽ, തൻ്റെ ഊന്നുവടിയിൽ അവലംബിക്കാതെ, ഊന്നുവടിയൊന്നുമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. മാ അശദ്ദ അസീമത്തുഹു, എന്തൊരു ശക്തമായ ദൃഢനിശ്ചയമാണ് അവൻ്റേത്. വളരെ ദൃഢനിശ്ചയത്തോടെ, മനക്കരുത്തോടെ അവൻ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താബ ഹമൂദതു തജാരിബഹു വ മുഹാവലാത്തിഹി, ഹമൂദ തൻ്റെ പരിശ്രമവും പരിശീലനവും തുടർന്നു. വംതല ഖൽബുഹു, അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അമലം ഫി ബുലൂഗിൽ ഗായത്തി, ലക്ഷ്യത്തിൽ എത്തും എന്ന പ്രതീക്ഷ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. വമറത്ത് ബഅദൽ അയ്യാമി അയ്യാമൻ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഫൂജിയത്തു ബിഹി സാഹത്തൻ, പെട്ടെന്നൊരു ദിവസം ഞാൻ അവനെ കണ്ട് അമ്പരന്ന് പോയി. ഫൂജിയത്ത് മീൻസ് പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്പരപ്പ് അല്ലെ, അമ്പരപ്പ് തോന്നുമല്ലോ. അങ്ങനെ അമ്പരന്നു ഞാൻ. എന്തുകൊണ്ടാണ് അമ്പരന്നത്? യൽഖാനി ബിബാബിൽ ഇമാറത്തി, ആ കെട്ടിടത്തിന്റെ കവാടത്തിൽ അവൻ എന്നെ കണ്ടുമുട്ടി. ദൂന ഉക്കാസത്തേഹി, അവന്റെ ഉക്കാസത്തുകളില്ലാതെ, അവന്റെ ഊന്നുവടികളില്ലാതെ, എന്ന് വെച്ചാൽ ഊന്നുവടികളില്ലാതെ നടക്കാൻ അവൻ പരിശീലിച്ചു കഴിഞ്ഞു. വ അന്നഹു യംളി ഫീഹാ ബിഖദമിൻ സാബിതത്തിൻ വ ഈമാനിൻ അമീഖിൻ, അവനവിടെ നടക്കുന്നു. ബിഖദമിൻ സാബിതത്തിൻ, ഉറച്ച കാൽവെപ്പുകളോടെ, വൈമാനിൻ അമീഖിൻ, അഗാധമായ ആഴമുള്ള കഠിനമായ വിശ്വാസത്തോടെ അവൻ നടക്കുന്നു. ഖുൽതു ലഹു, ഞാൻ അവനോട് പറഞ്ഞു. വഹുവ ആയിദും മിൻ മഅഹദിഹി അല്ലദീ യദ്റുസു ഫീഹി, അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും അവൻ മടങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മടങ്ങി വരുന്ന വഴിയാണ് അവൻ എന്നെ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു. വഫി യദിഹി അസാഹു യതവക്കഉ അലൈഹ, അവൻ്റെ കയ്യിൽ ഊന്നി നടക്കാനുള്ള വടി അവൻ്റെ കയ്യിലുണ്ട്. കൈഫ ഹാലുക യാ സയ്യിദ് ഹമൂദ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വമാ അഖ്ബാറുക മഅ സദീഖിനാ ശുർത്തിയൽ മുറൂർ, നമ്മുടെ കൂട്ടുകാരൻ ട്രാഫിക് പോലീസുമായിട്ട് എന്തൊക്കെയാണ്? ട്രാഫിക് പോലീസിന്റെ വർത്താനങ്ങൾ എന്തൊക്കെയാണ്? റഹബത്ത് ഇബ്തിസാമത്തുഹു, അപ്പോൾ അവൻ്റെ പുഞ്ചിരി വിടർന്നു. വ അജാബത്ത് ഫി തൗക്കീദിൻ, അവൻ ഉറപ്പോടെ പറഞ്ഞു. ഇദാ നസീതു മറത്തൻ ശുർത്തിയ മുറൂരിൻ, ട്രാഫിക് പോലീസിന്റെ കാര്യം ഞാനൊരിക്കൽ മറന്നാൽ ഫലൻ യൻസാനി ഹുവ അബദൻ, അവനൊരിക്കലും എന്നെ മറക്കുകയില്ല. എന്ന് വെച്ചാൽ ട്രാഫിക് പോലീസ് എന്നെ മറക്കില്ല ഞാൻ മറന്നാലും. അതായത് ഞാൻ ട്രാഫിക് പോലീസ് ആകണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് എനിക്ക് മറക്കാൻ കഴിയില്ല. വഹുവ മഈ ദൗമൻ, അവനെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഫീ സഫഹാത്തി കുതുബി, എൻ്റെ പുസ്തകത്താളുകളിലും എല്ലാവിടെയും അവനെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ത്വയ്ഫുഹു യുശജ്ജിഉനി, അവൻ്റെ രൂപം എന്നെ പ്രേരിപ്പിക്കുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ബിസ്സൈരി ഇലൽ അമാമി, മുന്നോട്ട് സഞ്ചരിക്കാൻ. ദൗമൻ, എപ്പോഴും
എപ്പോഴും ട്രാഫിക് പോലീസിന്റെ രൂപം എൻ്റെ മനസ്സിലുള്ളതാണ് എന്നെ എപ്പോഴും മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ എനിക്ക് പ്രേരിതമാകുന്നത്. വ അന അൽ ആ ഞാനിപ്പോൾ അദ്നു റുവൈദൻ മിൻഹു അവനോട് പതുക്കെ ഞാൻ അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഞാൻ ട്രാഫിക് പോലീസ് ആകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലാശക്ക ഒരു സംശയവുമില്ല അന്നഹു സയ്യത്തി യോമ തത്തഹദു ശഖ്സിയത്തി ബി ശഖ്സിയത്തിഹി എൻ്റെ വ്യക്തിത്വം അവൻ്റെ വ്യക്തിത്വത്തിൽ അലിഞ്ഞ് ഒന്നാകുന്ന ഒരു ദിവസം വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ട്രാഫിക് പോലീസ് ആകും എന്നതിൽ ഒരു സംശയവുമില്ല എന്നവൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അങ്ങനെ മറത്തിൽ അയ്യാമു തിൽവൽ അയ്യാമി ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വല്ല അസാബിയു ആഴ്ചകളും തതുബഹ ഷുഹൂർ മാസങ്ങളും കഴിഞ്ഞു. വഫി ഹാദൽ യൗമിൽ മുശ്രിഖ് ഈ ശോഭയുള്ള ഈ പ്രസന്നമായ ഒരു ദിവസം, ഈ പ്രസന്നമായ ദിനത്തിൽ അനൽ ആൻ ഫി മഷ്റബിൻ ഞാനിപ്പോഴൊരു മഷ്റബിലാണ്, ഒരു കഫേയിലാണ്. അല റഅസി ത്വരീഖി വഴിയരികിലുള്ള ഒരു കഫേയിലാണ്, റോഡിൽ അരികിലുള്ള ഒരു കഫേയിലാണ് ഞാൻ ഇരിക്കുന്നത്. വലൈതനി അസ്തുതിയോ അൻ അദൂക ഇലൽ ജുലൂസിമൈ താങ്കളെ എൻ്റെ കൂടെ ഇരിക്കാൻ ക്ഷണിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അതായത് എഴുത്തുകാരൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളെ എൻ്റെ കൂടെ ഇരുത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. എന്തിനാണിത്? അൽ ആൻ ഫി ഹാദൽ മുൻതദ ഈ ക്ലബിൽ ഈ കഫേയിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളെയും കൂടെ വിളിച്ചിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൻ അപ്പോൾ ലറഅയ്ത മാ അറ ഞാൻ കാണുന്നത് നിങ്ങൾക്കും കാണാമായിരുന്നു. എന്താണ് ഞാൻ കാണുന്നത്? ഷാബൻ ഫാരി അൽ ഖാമത്തി നീളമുള്ള ഉയരമുള്ള ഒരു യുവാവ്, റാഫി അൽ ഹാമത്തി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന നീളമുള്ള ഒരു യുവാവ്, വഫി ഹൊല്ലത്തിൻ റസ്മിയത്തിൻ ഔദ്യോഗികമായ വേഷത്തിൽ ഒഫീഷ്യൽ യൂണിഫോമിലാണ് അവൻ നിൽക്കുന്നത്. വഹുവ യുൽഖി ബി അംരിഹിൻ നാഫിദ് അവൻ തൻ്റെ അനുസരിക്കപ്പെടുന്ന കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണ്. അലൽ മലഇ അമാമഹു തൻ്റെ മുമ്പിലുള്ള ജനക്കൂട്ടത്തിൻ്റെ നേരെ. ഫഇദ സാക്കിനു യതഹറക ഫി ഇന്തിലാഖിൻ അപ്പോൾ ഇവന്റെ കൽപ്പന, ഇവന്റെ കൈകൊണ്ടുള്ള ആക്ഷൻ കാണുമ്പോൾ യതഹറക്കു നിൽക്കുന്നവൻ, അസാക്കിൻ നിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു? യതഹറക്കു മൂവ് ചെയ്യുന്നു, ഫിന്തിലാഖിൻ വേഗം മൂവ് ചെയ്യുന്നു. വൈദൽ മുതഹരിക്കു അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോൾ അൽ മുതഹരിക്കു യസ്കുനു ഫി ഹുദൂഇൻ മുതഹരിക് മീൻസ് ചലിക്കുന്നവൻ അല്ലേ, വണ്ടി പോകുന്നവൻ, യസ്കുനു ഫി ഹുദൂഇൻ സാവധാനം നിൽക്കുന്നു. അൽ കുല്ലു തഹത ഇമ്രതിഹി എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. ഹാദിഉൻ എല്ലാവരും അവന്റെ നിയന്ത്രണത്തിലാണ്. ഹാദിഉൻ ഖാശിഉൻ ബിമശിയതിഹി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിനീതരായി എല്ലാവരും അവന്റെ കൽപ്പനക്ക് അനുസൃതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മശിയത്തി ഹമ്മൂദ ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? മശിയത്തി ഹമ്മൂദ ഷുർത്തിയിൽ മറൂർ ട്രാഫിക് പോലീസായ ഹമ്മൂദയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും നീങ്ങുകയും നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഹമ്മൂദ തൻ്റെ കഠിനമായ പ്രയത്നത്താലും ദൃഢനിശ്ചയത്താലും ആത്മവിശ്വാസത്താലും അവൻ്റെ ആഗ്രഹമായ ട്രാഫിക് പോലീസ് ആയിരിക്കുന്നു. ഇതാണ് കഥ. ഈ കഥ എഴുതിയിരിക്കുന്നത് മഹ്മൂദ് തൈമൂർ എന്ന കഥാകൃത്താണ്. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. 1894 മുതൽ 1973 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അഹദുർ റുവാദ് ലിഫന്നിൽ ഖിസ്സത്തിൽ അറബിയത്തി അറബി കഥ എന്ന കലയിലെ തുടക്കക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം. മീൻസ് അറബി സാഹിത്യത്തിൽ കഥ എഴുതാൻ തുടങ്ങിയത് ഇദ്ദേഹവും അതേപോലെ ഇദ്ദേഹത്തെ പോലുള്ള കുറച്ചു പേരൊക്കെയാണ് കഥ എഴുതാൻ തുടങ്ങിയത്. ഇദ്ദേഹമാണ് അതിൽ പ്രധാനപ്പെട്ട ആള്. ഉലിദ ഫിൽ ഖാഹിറത്തി അദ്ദേഹം കൈറോവിൽ ജനിച്ചു. അറബി സാഹിത്യത്തിൽ അതുവരെ കവിതകളാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. പിന്നീടാണ് കഥകളൊക്കെ വന്നു തുടങ്ങിയത്. ലോക സാഹിത്യത്തിൽ തന്നെ കവിതകളാണ് ആദ്യത്തെ ഒരു സാഹിത്യ രൂപം എന്ന് പറയുന്നത്. ഉലിദ ഫിൽ ഖാഹിറത്തി അദ്ദേഹം കൈറോയിൽ ജനിച്ചു. ഫിൽ ഉസ്രത്തി തൈമൂരിയത്തിൽ മഷ്ഹൂറത്തി ബിൽ അദബി സാഹിത്യം കൊണ്ട് പ്രശസ്തമായ തൈമൂരിയ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു 1894. വാലിദുഹു അഹമ്മദ് തൈമൂർ ബാഷ അദ്ദേഹത്തിന്റെ പിതാവ് അഹമ്മദ് തൈമൂർ ബാഷയാണ്. അൽ അദീബ് ആരാണ് അദ്ദേഹം? പിതാവ് അൽ അദീബുൽ മഷ്ഹൂർ മഅറൂഫ് അറിയപ്പെട്ട സാഹിത്യകാരനായ അഹമ്മദ് തൈമൂർ ബാഷയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. വക്കാന ബാഹിസൻ ഫി ഫുനൂനി ലോകത്തിൽ അറബിയത്തി വൽ അദബി വ താരീഖ് അദ്ദേഹം മഹമ്മൂദ് തൈമൂർ അറബി ഭാഷയിലും ചരിത്രത്തിലും പിന്നെ അറബി ഭാഷ കലകളിലും ഒക്കെ
ഉള്ളൊരു ബാഹിസായിരുന്നു, ഗവേഷകനായിരുന്നു. വഖല്ലഫ മക്തബത്തൻ അളീമത്തിന്, അദ്ദേഹം വലിയൊരു ലൈബ്രറി അല്ലെങ്കിൽ വലിയൊരു ഗ്രന്ഥശേഖരം ഉപേക്ഷിച്ചു. ഗ്രന്ഥശേഖരം എന്ത് ചെയ്തു? വിട്ടേച്ചു പോയി. മീൻസ് ഗ്രന്ഥശേഖരം ഇവിടെ അവശേഷിപ്പിച്ചു ഭൂമിയിൽ അദ്ദേഹം. എന്നിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. ബിസ്മി തൈമൂരിയ എന്ന പേരിലുള്ള ഒരു വലിയൊരു ലൈബ്രറി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം സ്ഥാപിച്ച ലൈബ്രറിയാണ്. ഗവേഷകർക്ക് അതൊരു ഖജനാവാണ് ആ ലൈബ്രറി ഇലല്ലാൻ ഇന്നും. അപ്പോൾ ഇപ്പോഴത് എവിടെയാണുള്ളത്? ബിദാരിൽ കുത്തുബിൽ മിസ്രിയ, ഈജിപ്തിലെ നാഷണൽ ലൈബ്രറിയാണ് ദാറുൽ കുത്തുബിൽ മിസ്രിയ. ആ ലൈബ്രറിയുടെ ഭാഗമായി കൊണ്ടാണ് ഇന്നതുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരം ഇന്നുള്ളത്. അതിന്നും എല്ലാവർക്കും റെഫർ ചെയ്യാം. ബിമാ തഹത്തവി നവാദിരിൽ കുത്തുബി വൽ മഖ്തൂത്താത്തി, അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥശേഖരം അപൂർവമായ കയ്യെഴുത്ത് പ്രതികളും പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. മുനിഹ മഹ്മൂദ് തൈമൂർ ആദദ മിനൽ ജവായിസ്, അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അൽ അദബിയ, സാഹിത്യ അവാർഡുകൾ. അൽ കുബ്ര, വലിയ. ഫി മസീറത്തി ഹയാത്തിഹിൽ അദബിയത്ത്, തൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ജായിസത്തു മജ്മഅ ലോകത്തിൽ അറബിയ 47 കിട്ടിയത്. ജായിസത്തു അദ്ദൗലത്തിൽ ആദാബി, അതേപോലെ ജായിസത്തു അദ്ദൗലത്തി തഖ്ദീരിയ. ജായിസത്തു ദൗലത്തിൽ ആദാബി മീൻസ് നാഷണൽ സാഹിത്യ അവാർഡ്, ലിറ്റററി അവാർഡ്. അതേപോലെ ജായിസത്തു ദൗലത്ത് തഖ്ദീരിയ മീൻസ് നാഷണൽ അപ്രീസിയേഷൻ അവാർഡ്, ഇതിനുള്ള സാഹിത്യത്തിലുള്ള അങ്ങനെയുള്ള അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. ലൗസാനിൽ ബിസ്വൈസിറ, സ്വിറ്റ്സർലാൻഡിലെ ലൗസാനിലാണ് അദ്ദേഹം മരണപ്പെട്ടത് 73. ഓക്കെ. തൂജദ് ഫി ഹാദിഹിൽ ഖിസ്സത്തി മനാദിർ ആതിഫിയത്തിൻ മുതഅദ്ദിദ, ധാരാളം വൈകാരികമായ രംഗങ്ങൾ ഈ കഥയിലുണ്ട്. നഖ്താർ മിൻഹ മൻലറൻ, അതിലേതെങ്കിലും ഒരു രംഗം നമുക്ക് കണ്ടെത്താം. എന്നിട്ട് വനക്റഹു ഫി സഫി മഅ തഅബീരിൽ ആതിഫി, എന്നിട്ടത് ക്ലാസ്സിൽ വായിക്കാം. ഈ ഹമ്മൂദെ പരിഹസിക്കുന്ന രംഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വൈകാരികമായ രംഗങ്ങളാണ്. നുഇദ്ദു മുദക്കിറത്തൻ ബസീത്തൻ ഹൗല റിസാലത്തി ഹാദിഹിൽ ഖിസ്സ, ഈ കഥയുടെ സന്ദേശത്തിനെ കുറിച്ചൊരു ചെറിയൊരു മുദക്കിർ, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. തുഅല്ലിമുന ഖിസ്സത്തു ഹമ്മൂദ, ഹമ്മൂദയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അന്നൽ ഹുൽമൽ ഖവിയ്യ, ശക്തമായ സ്വപ്നം, ആഗ്രഹം. യുംകിനു അൻ യഫ്അല കുല്ല ഷൈഇൻ, അങ്ങനെയുള്ള ആഗ്രഹത്തിന് എന്തും ചെയ്യാൻ കഴിയും അല്ലേ. സ്വപ്നമുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെന്തും ചെയ്യാൻ കഴിയും, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഹമ്മൂദ കാന മരീദൻ ലാ യംശി, ഹമ്മൂദ നടക്കാൻ കഴിയാത്ത രോഗിയായിരുന്നു. ലാക്കിന്നഹു ഹലമ, പക്ഷെ അവൻ സ്വപ്നം കണ്ടു. അൻ യകൂന ശുർത്തിയ മുറൂരിൻ, ഒരു ട്രാഫിക് പോലീസ് ആകുന്നത് അവൻ സ്വപ്നം കണ്ടു. ആരാണ് ട്രാഫിക് പോലീസ്? ഷഖ്സുൻ ഖവിയ്യുൻ, ശക്തനായ ഒരാളാണ് അല്ലെ. യുഅത്തിൽ അൽ അവാമിറ, കൽപ്പനകൾ നൽകുന്ന ശക്തനായ ആളാണ് ട്രാഫിക് പോലീസ്. ഹാദൽ ഹുൽമുൽ കബീർ ജഅലഹു ലാ യയസ്, ഈ ഒരു വലിയ സ്വപ്നം അവനെ നിരാശയില്ലാത്തവനാക്കി. ഇൻദമാ സഖറ മിൻഹു നാസ്, ജനങ്ങൾ അവനെ പരിഹസിച്ചപ്പോൾ ലം യഹസൻ, അവൻ ദുഃഖിച്ചില്ല. ബൽ, പിന്നെ എന്താ ചെയ്തത്? ഖാല ഫീ നഫ്സിഹി, അവൻ മനസ്സിൽ പറയുകയാണ് ചെയ്തത്. സഅഫ്അലുഹ, ഞാനത് ചെയ്യും, ഞാനത് നേടിയെടുക്കുമെന്ന് അവൻ മനസ്സിൽ ഉറച്ചു പറയുകയാണ് ചെയ്തത്. പരിഹാസത്തിൽ അവൻ ദുഃഖിച്ച് നിരാശനായി പോയില്ല. ഫബദഅ യുഹാവിലു അൻ യംശിയ സിർറൻ കുല്ല യൗമിൻ, എല്ലാ ദിവസവും രഹസ്യമായി അവൻ നടക്കാൻ ശ്രമിച്ചു. അഖീറൻ, അവസാനം ഇസ്തതാഅ അൽ മശിയ, സിർറൻ എന്ന് വേണമെന്നില്ല, അവൻ നടക്കാൻ ശ്രമിച്ചു എന്ന് മതി. അഖീറൻ, അവസാനം ഇസ്തതാഅ അൽ മശിയ, അവന് നടക്കാൻ സാധിച്ചു. ബിരിജിലൈഹി, തൻ്റെ 2 കാലുകളാൽ. വ തഹഖീഖ ഹുൽമഹു, അതായത് ഇസ്തതാഅ തഹഖീഖ ഹുൽമഹു, തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും അവന് കഴിഞ്ഞു. ഫസാറ ശുർത്തിയൽ മുറൂർ, അങ്ങനെ അവൻ ട്രാഫിക് പോലീസായി. റിസാലത്തുൽ ഖിസ്സത്തി ഹിയ, ഈ കഥയുടെ ഗുണപാഠം, ഈ കഥയുടെ റിസാലത്ത്, സന്ദേശം എന്നത് ലാ തദ അഹദൻ യഖൂലു ലക ലാ തസ്തതി, നിനക്ക് കഴിയില്ല എന്ന് ആരെയും പറയാൻ അനുവദിക്കരുത്. ഇദാ കാനത് ഇറാദതുക ഖവിയതൻ, നിന്റെ ആഗ്രഹം, നിന്റെ ഉദ്ദേശം ശക്തമാണെങ്കിൽ, യുംകിനുക അൻ തഖൂമ, നിനക്ക് വതതഗല്ലബ അലാ കുല്ലി സുഊബത്തിൻ ഫി ഹയാതിക, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാൻ കഴിയും, നിന്റെ ആഗ്രഹം, ഉദ്ദേശം ശക്തമാണെങ്കിൽ. ഇനി വജത്ത ഹമ്മൂദ ഷുർത്തിയൽ മുറൂർ, ഷുർത്തിയൽ മുറൂറായ ഹമ്മൂദയെ നീ കണ്ടു. വ തുരീദ് മുഖാബലത്തൻ മാഹു, അവനെ ഇന്റർവ്യൂ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു. നുഇദ്ദു 5 അസ്ഇലത്തിൻ ലി മുഖാബലത്തിഹി, അവനോട് ഇന്റർവ്യൂ ചെയ്യാനുള്ള 5 ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഒന്നാമത്തത്, മാദാ തശ്ഉറു ബി മൻസബി ഷുർത്തിയിൽ മുറൂർ,
ഈ ട്രാഫിക് പോലീസ് എന്ന മൻസിബ് മീൻസ് പദവി, പോസ്റ്റിലെ അതിനെക്കുറിച്ച് അതിൽ എങ്ങനെ എന്ത് തോന്നുന്നു ഇപ്പോൾ? ആ പോസ്റ്റിൽ താങ്കൾ എത്തിയിരിക്കുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു? പിന്നെ ഹൽ കുൻത തഅതഖിദു അന്നക തസീറു ശുർത്തിയൽ മുറൂർ, താങ്കൾ ട്രാഫിക് പോലീസായി തീരും എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടായിരുന്നോ? അടുത്ത ചോദ്യം, ലിമാദ ഖറർ താൻ തക്കൂന ശുർത്തിയൽ മുറൂർ, എന്തിനാണ് താങ്കൾ ട്രാഫിക് പോലീസ് ആകാൻ തന്നെ തീരുമാനിച്ചത്? മാതാക്കാനത്ത് ആറ ഓ അസ്ഹാബിക ഫി ഖറാറത്തിക, താങ്കളുടെ ഈ ഒരു ഉദ്ദേശത്തിൽ, ഈ ഒരു തീരുമാനത്തിൽ, ട്രാഫിക് പോലീസ് ആകാനുള്ള തീരുമാനത്തെക്കുറിച്ച് താങ്കളുടെ കൂട്ടുകാർക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? അയ്യു മുഷ്കിലാത്തിൻ വാജഹത ഫി തഹ്ഖീഖി ഹദഫിക, താങ്കളുടെ ഹദഫ്, ലക്ഷ്യം നേടുന്നതിൽ, സാക്ഷാത്കരിക്കുന്നതിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് താങ്കൾ നേരിട്ടത്? മുഷ്കിലാത്ത് പ്രയാസങ്ങൾ, വാജഹത്ത് പ്രതിസന്ധികൾ നേരിട്ടു, വാജഹ നേരിടുക. മൻ സാദ കാലഹാദി, ഇതിന് താങ്കളെ സഹായിച്ചതാരാണ് ഈ ട്രാഫിക് പോലീസ് ആയി തീരാൻ വേണ്ടി? ഹൽ എന്തൊക്കെ വസിയത്തിനില്ല ലത്തഫാൽ, കുട്ടികളോട് താങ്കൾക്ക് എന്തെങ്കിലും ഉപദേശം ഉണ്ടോ നൽകാൻ? ഹൽ തഅതഖിദു അന്നക നജഹത ഫി ഹയാതിക തമാമൻ, താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇനി നർബിത്തു തസ്രീഹാത്തിലാത്തിയ ബിസിയാഖ്, താഴെയുള്ള സെന്റൻസുകളെ സന്ദർഭവുമായിട്ട് യോജിപ്പിക്കാം. ഏത് സന്ദർഭത്തിലാണ് ഈ കാര്യം നടന്നത് എന്ന് പറഞ്ഞാൽ മതി. അൽ മശ്രൂൽ യത്മാ അൻ യുസ്ബിഹ ശുർത്തിയൽ മുറൂർ, ഈ പാരാലിസിസ് രോഗബാധിതൻ ട്രാഫിക് പോലീസ് ആകാൻ ആഗ്രഹിക്കുകയോ എന്ന് ആര് ചോദിച്ചതാണ്? ഹമ്മൂദയുടെ ട്രാഫിക് പോലീസ് ആകാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടുള്ള സംസാരം കേട്ട ആൾക്കൂട്ടത്തിനിടയിലുള്ള ഒരു കുട്ടി ചോദിച്ച കാര്യമാണ് ഇതല്ലേ. അദ്ദുനിയ കുല്ലുഹാ ഫീ ഖബ്ളതിഹി ലാ യംലികു അഹദുൻ ഖദറ മാ യംലികു മിൻ അംരിൻ വസുൽത്താനിൻ. ഇത് എഴുത്തുകാരൻ ഹമ്മൂദ ട്രാഫിക് പോലീസ് ആകാൻ വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹവും ഉദ്ദേശവും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവനിൽ, ഈ ഹമ്മൂദയിൽ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നതാണ് അല്ലേ. നൊയ്ദു ഹംസ ജുമലിൻ അൻ ഹമ്മൂദ വ ശഖ്സിയതിഹി, ഹമ്മൂദയെക്കുറിച്ചും ഹമ്മൂദയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെക്കുറിച്ചും ഒരു 5 സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. അതങ്ങനെ ഉണ്ടാക്കാം, നോക്കാം. ഒരു 5 എണ്ണം. ഹമ്മൂദ സൊബിയുൻ മുഅഖദുൻ, ഹമ്മൂദ ഒരു മുഅഖദായ, ഒരു ഇരുന്നുപോയ, മീൻസ് നടക്കാൻ കഴിയാത്ത രോഗിയാണ്, അല്ല കുട്ടിയാണ്, സൊബിയ കുട്ടി. ബിസബബി ശലലിൻ ഫി സാഖൈഹി, തൻ്റെ കാലിലുള്ള ശലല് കാരണം, പക്ഷാഘാതം കാരണം, മുൻദുസിഹരിഹി, ചെറുപ്രായത്തിൽ തന്നെ. കാന യജ്ലിസു ദായിമൻ ഇൻദ ബാബിൽ ഇമാറത്തി വൈല ജാനിബിഹി ഉക്കാസത്താനി, എപ്പോഴും അവൻ കെട്ടിടത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കൽ ഇരിക്കുമായിരുന്നു, അവൻ്റെ അടുക്കൽ 2 ഊന്നുവടികളും ഉണ്ടാകുമായിരുന്നു. ബിർ റഗ്മി മിൻ മർലിഹി, തൻ്റെ രോഗമുണ്ടായിട്ട് കൂടെ, കാന ഹമ്മൂദ ദകിയൻ വഹാവിയൻ ഫി ഹദീസിഹി, ഹമ്മൂദ തൻ്റെ സംസാരത്തിൽ വളരെ ബുദ്ധിമാനും വളരെ ഊർജ്ജസ്വലനുമായിരുന്നു. ഉംനിയത്തുഹു ഫിൽ ഹയാത്തി കാനത്ത് അൻ യുസ്ബിഹ ശുർത്തിയ മുറൂരിൻ, ജീവിതത്തിലെ അവൻ്റെ ആഗ്രഹം എന്നത് ഒരു ട്രാഫിക് പോലീസ് ആകലാണ്. ബഅദ ഹാദിസത്തി സുഖ്രിയത്തി, പരിഹാസം സംഭവിച്ചതിന് ശേഷം, ഖവ്വ ഹമ്മൂദ അസീമത്തഹു, ഹമ്മൂദ തൻ്റെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തി. വതമക്കന മിനൽ മശി ബിമുഫ്രദിഹി ബിൽ ഇറാദത്തി, അങ്ങനെ അവന് സ്വയം നടക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഒരു സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം, വേറെയും പലതും ഉണ്ടാക്കാം അല്ലേ. ഇനി നമുക്ക് പൂരിപ്പിക്കാം. മഹ്മൂദ് തൈമൂർ അദീബുൻ മിസ്രിയുൻ, മഹ്മൂദ് തൈമൂർ ഒരു ഈജിപ്ഷ്യനായ അദീബാണ്, സാഹിത്യകാരനാണ്. ഷുർത്തിയുൽ മുറൂർ ഖിസ്സത്തുൻ, കഥയാണ്, ഒരു കഥയാണത്. കതബഹ മഹ്മൂദ് തൈമൂർ എഴുതിയ ഒരു കഥയാണത്. ബിജാനിബി ഹമ്മൂദത്തി ഉക്കാസത്താനി, ബിജാനിബി ഉക്കാസത്താനി, ഹമ്മൂദയുടെ അടുക്കൽ എന്തുണ്ട്? 2 ഉക്കാസത്ത്, ഊന്നുവടികളുണ്ട്. നഹിറത്താനി, അല്ലേ, ദ്രവിച്ച 2 ഊന്നുവടികൾ, അല്ലെങ്കിൽ പഴകിയ. നതഹദസു അൻ ശഖ്സിയത്തിൻ ഔ ഹാദിസത്തിൻ അസർത ഫി ഹയാതിക വനക്തുബുഹ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതാം. നുമസിൽ അദ്വാർ, ഈ കഥ നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാം, നാടകമായി അഭിനയിച്ചു അവതരിപ്പിക്കാം. നക്റോ ലിബാർ താലിബനു ഹാലാഹിദുൽ കലിമാത്തുൽ മുഖബറ, താഴെയുള്ള സെന്റൻസുകൾ വായിച്ച് ബോൾഡ് ചെയ്യപ്പെട്ട സെന്റൻസുകൾ നോക്കാം. കുൻതു അറാഹു, ഞാൻ അവനെ കാണുമായിരുന്നു, ദായിമൻ എപ്പോഴും, മുൽക്കൻ അല്ല ദിക്കത്തിന്റെ മേൽ, ബെഞ്ചിന്റെ മേൽ കിടന്നതായിക്കൊണ്ട്. ബിജിവാരി ബാബിൽ ഇമാറത്തിന്റെ വാതിൽക്കലടുക്കൽ, വൈല ജാനിബിഹി, അവന്റെ അടുക്കൽ ഉണ്ടായിരുന്നു, ഉക്കാസത്താനി നഹിറത്താനി, നുരുമ്പിച്ച 2 ഉക്കാസത്തുകൾ അവന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഉക്കാസത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ഉക്കാസത്ത്, ഉക്കാസത്താനി എന്ന് പറഞ്ഞാലോ 2 ഉക്കാസത്ത്, അല്ലെ, 2 വടി. അപ്പോൾ ഇത് മുസന്നയാണ്. ഉക്കാസത്തുൻ എന്നത് മുഫ്രദാണ്, സിംഗുലറാണ്, ഏകവചനമാണ്.
ഉക്കാസത്താനി എന്നതോ അത് മുസന്നയാണ്, ദ്വിവചനമാണ്, രണ്ടെണ്ണമാണ്. അപ്പോൾ നഹിറത്താനി അതും ദ്വിവചനമാണ്. ഉക്കാസത്താനി ദ്വിവചനമായതുകൊണ്ട് അതിനെയും എന്ത് ചെയ്തു? മുസന്നയാക്കി. മാതാ യഫ്അലു ഹമ്മൂദത്തു ബിഹാതൈനി ലുക്കാസത്തൈനി, ഈ രണ്ട് ഉക്കാസത്തിനും കൊണ്ട് ഹമ്മൂദ് എന്താണ് ചെയ്യുന്നത്? ഹാത്തൈനി ലുക്കാസത്തൈനി എന്ന് പറഞ്ഞു. റഅൽ കാത്തിബു അൽ ഉക്കാസത്തൈനി, എഴുത്തുകാരൻ രണ്ട് ഉക്കാസത്തിനെ, രണ്ട് ഊന്നുവടികളെ കണ്ടു. ഇവിടെ എന്തിനാണ് ഈ മൂന്ന് തരത്തിൽ കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ ഉക്കാസത്ത് എന്ന വാക്ക് മാത്രം നമുക്ക് എടുക്കാം. ഒന്നാമത്തെ സെന്റൻസിൽ ഉക്കാസത്താനി എന്നാണ് പറഞ്ഞത്, രണ്ട് ഊന്നുവടികൾ. രണ്ടാമത്തെ സെന്റൻസിലോ ഉക്കാസത്തൈനി എന്നാണ് പറഞ്ഞത്, അതും രണ്ട് ഊന്നുവടികൾ എന്ന് തന്നെയാണ് അർത്ഥം. മൂന്നാമത്തതിലും ഉക്കാസത്തൈനി എന്നാണ് പറഞ്ഞത്, അതിൻ്റെയും അർത്ഥം രണ്ട് ഊന്നുവടികൾ എന്നാണ്. അപ്പോൾ ഈ മൂന്ന് വാക്കുകളും സെയിം ആണ്, ഒന്നാണ് അല്ലേ? എല്ലാം മുസന്നയാണ്. ഉക്കാസത്ത് എന്ന വാക്കിന്റെ മുസന്നയാണ് ഉക്കാസത്താനിയും ഉക്കാസത്തൈനിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ സെന്റൻസിൽ ഉക്കാസത്താനി എന്നും രണ്ടാമത്തെയും മൂന്നാമത്തെയും സെന്റൻസുകളിൽ ഉക്കാസത്തൈനി എന്നും പറഞ്ഞത്? രണ്ടും ഒരേ അർത്ഥമാണ്, പക്ഷെ എപ്പോഴാണ് ഉക്കാസത്താനി എന്ന് വരുന്നത്, എപ്പോഴാണ് ഉക്കാസത്തൈനി എന്ന് വരുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഓരോ വാക്കും അറബിയിൽ ഒരു സെന്റൻസ് എടുത്താൽ അതിൽ ഓരോ വാക്കിനും ഓരോ ഏറാബ് ഉണ്ടാകും അല്ലേ? അപ്പോൾ ഉക്കാസത്താനി എന്നുള്ള വാക്കിനും ഏറാബുണ്ട്. ഈ ഉക്കാസത്താനി എന്ന വാക്ക്, അതായത് ഉക്കാസത്താനി എന്ന് അല്ല, മുസന്നയായ ഏതൊരു വാക്കും, അത് ഏത് കലമാനി, കിതാബാനി, ഏത് വാക്കാണെങ്കിലും മുസന്നയായാൽ, ദ്വിവചനമായാൽ, അപ്പോൾ മുസന്നയായ ഏതൊരു വാക്കും റഫ്ഇന്റെ സ്ഥാനത്ത്, നമ്മൾ പറഞ്ഞു ഏറാബ് എല്ലാ വാക്കിനും ഉണ്ടാകും. ഇറാബുകളിൽപ്പെട്ട ഒരു ഇറാബാണ് റഫ്. റഫ് എന്ന ഇറാബിന്റെ സ്ഥാനത്ത് മുസന്ന വന്നാൽ എങ്ങനെയാണ് റഫ് ചെയ്യേണ്ടത്? ഉക്കാസത്താനി എന്നാണ് പറയുക. ഉക്കാസത്തിന് ശേഷം ഒരു അലിഫ് ഇട്ടുകൊണ്ടാണ് റഫ് ചെയ്യേണ്ടത്. സാധാരണ ഒരു വാക്ക് എങ്ങനെയാണ് റഫ് ചെയ്യുക? ഈ ഉക്കാസത്തിന്റെ തന്നെ മുഫ്രദ് നമുക്കെടുക്കാം. മുസന്നയല്ലാത്ത മുഫ്രദ് എങ്ങനെയാണ് റഫ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹാദ, ഹാദിഹി ഉക്കാസത്തുൻ, എന്താണ് പറയുക? ഉക്കാസത്തുൻ. ഉക്കാസത്തിന്റെ അവസാനത്തെ അക്ഷരമായ താഇന് ലമ്മ് നൽകിയത് കാണാം. അപ്പോൾ സാധാരണ ഒരു വാക്ക് റഫ് ചെയ്യുക അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിക്കൊണ്ടാണ്. എന്നാൽ മുസന്നയായ വാക്ക് റഫ് ചെയ്യുക അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിക്കൊണ്ടല്ല. എങ്ങനെയാണ്? അലിഫ് കൊണ്ടാണ്. ഉക്കാസത്താനി എന്നുള്ളതിലുള്ള ആ അലിഫ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുസന്ന റഫ് ചെയ്യുന്നത്. ഇനി സാധാരണ ഒരു വാക്ക് നസ്ബ് ചെയ്യുന്നത് ഫത്ഹ് കൊണ്ടാണ്, ജർ ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്. അതായത് ഒരു വാക്കിന്റെ ഇറാബ് നസ്ബാണെങ്കിൽ ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ആണ് ഉണ്ടാവുക. ഒരു വാക്കിന്റെ ഇറാബ് ജറാണെങ്കിൽ ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്റാണ് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ മേലെ പറഞ്ഞത് ഒരു വാക്കിന്റെ ഇറാബ് റഫ് ആണെങ്കിൽ ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ് ഉണ്ടാവുക? ലമ്മാണ് ഉണ്ടാവുക. എന്നാൽ മുസന്നയാകുമ്പോൾ ഒരു മുസന്നയുടെ ഇറാബ് റഫ് ആണെങ്കിൽ, റഫിന്റെ സ്ഥാനത്താണ് മുസന്ന വന്നത് എങ്കിൽ അതിന്റെ അടയാളം എന്ന് പറയുന്നത് ലമ്മ് നൽകലല്ല, പകരം എന്താണ്? അവസാനം അലിഫ് ചേർക്കലാണ്. ഇനി മുസന്ന വന്നത് നസ്ബിന്റെ സ്ഥാനത്താണെങ്കിലോ സാധാരണഗതിയിൽ ഫത്ഹ് നൽകുക ചെയ്യുക അവസാനം. എന്നാൽ മുസന്നയുടെ അവസാനത്തിൽ ഫത്ഹ് നൽകലല്ല, പിന്നെയോ അവസാനം യാ ചേർക്കലാണ്, ഉക്കാസത്തൈനി എന്ന് പറയലാണ്. അതേപോലെ തന്നെയാണ് ജറിന്റെയും അടയാളം. മുസന്ന ജറിന്റെ സ്ഥാനത്താണ് വന്നതെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകുന്നതിന് പകരം അവസാനം യാ ചേർത്തുകൊണ്ട് ഉക്കാസത്തൈനി എന്ന് പറയലാണ്. ഇവിടെ ഒന്നാമത്തെ സെന്റൻസിൽ ഇലാ ജാനിബിഹി ഉക്കാസത്താനി, അവന്റെ അടുക്കൽ ഉക്കാസത്ത്, രണ്ട് ഉക്കാസത്തുകൾ ഉണ്ട്. അത് റഫിന്റെ സ്ഥാനമാണ്. അതായത് എന്താണ്? ഉക്കാസത്താനി മുബ്തദാണത്. ഉക്കാസത്താനി ഇലാ ജാനിബിഹി എന്നതാണ്. അപ്പോൾ മുബ്തദയുടെ ഇറാബ് റഫ് ആണ്. റഫാകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് നൽകേണ്ടത്. മുസന്ന ആയതുകൊണ്ട് ഉക്കാസത്താനി എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേതിൽ ബിഹാതൈനി ലുക്കാസത്തൈനി, അവിടെ ജറിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് ഉക്കാസത്തൈനി എന്ന് പറഞ്ഞു. മൂന്നാമത്തത് റഅൽ കാത്തിബു അൽ ഉക്കാസത്തൈനി, ഇവിടെ എന്താണ്? നസ്ബിന്റെ സ്ഥാനത്താണ്. കാത്തിബ് കണ്ടു അൽ ഉക്കാസത്തൈനി, രണ്ട് ഉക്കാസത്തുകളെ, അതായത് മഫ്ഊൽ ബിഹിയാണത്. അപ്പോൾ മഫ്ഊൽ ബിയുടെ ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ചെയ്യലാണ് സാധാരണ. ഇവിടെ മുസന്ന ആയതുകൊണ്ട് അവസാനം എന്ത് ചെയ്തു? യാ നൽകിക്കൊണ്ട് നസ്ബ് ചെയ്തു.
ഇനി ഇവിടെ മുസന്ന എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മുസന്ന, മുസന്ന ഇസ്മുൻ, അത് ഇസ്മാണ്, അതൊരു ഇസ്മാണ്. യദുല്ലു അല ഇസ്നൈനി, രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മാണ് മുസന്ന എന്നത്. തുർഫഉൽ മുസന്ന ബിൽ അലിഫി, മുസന്ന അലിഫ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. സാധാരണ മുഫ്രദായ വാക്കുകൾ അല്ലെങ്കിൽ ജമായ വാക്കുകളൊക്കെ ലമ്മ കൊണ്ടാണ് റഫ് ചെയ്യപ്പെടുക, മുസന്ന അലിഫ് കൊണ്ട്. വ തുൻസബ് വ തുജറുബിൽ യാഇ, യാ കൊണ്ട് നസ്ബും ജറും ചെയ്യപ്പെടും. സാധാരണ ഒരു വാക്ക് ഫതഹ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെടും, കസ്ർ കൊണ്ട് ജർ ചെയ്യപ്പെടും. ഇവിടെ മുസന്ന യാ കൊണ്ടാണ് നസ്ബും ജറും ചെയ്യപ്പെടുക. മസലൻ, ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ ഖുർആനിലെ ആയത്തുകളാണ്. മക്കാമ റബ്ബിഹി ജന്നത്താനി, ജന്നത്താനി എന്നത് റഫിൻ്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് അവിടെ ജന്നത്താനി എന്ന് പറഞ്ഞു. നസ്ബിൻ്റെയോ ജറിൻ്റെയോ സ്ഥാനത്താണ് രണ്ട് സ്വർഗം എന്നുള്ളത് വരുന്നത് എങ്കിൽ ജന്നത്തൈനി എന്നാണ് പറയുക. അതേപോലെ ഇവിടെ ഫിഹ മിൻ കുല്ലി സൗജൈനി, അതും സൗജുൻ സൗജൈനി, സൗജൈനി ജറിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് സൗജൈനി എന്ന് പറഞ്ഞു. അതേപോലെ വബിൽ വാലിദൈനി, ജറിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് വാലിദൈനി എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഈ പാഠത്തിലുള്ളത്.